വിശദമായി ശ്രീ സക്കറിയ ജോർജിന് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പറ്റുമായിരിക്കും. ശ്രീ സക്കറിയ ജോർജ്, നോക്കൂ, 29-ന് ഈ കുടുംബം പരാതി നൽകുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട സുധാകരനും മകളും പരാതി നൽകുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന പുഷ്പ എന്ന അയൽവാസിയായ സ്ത്രീ പറയുന്നു അതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 25-നോ 26-നോ അവർ പരാതി കൊടുക്കുകയാണ്. 5 ദിവസം മുൻപെങ്കിലും അവർ ആ പരാതി കൊടുത്തിരുന്നു എന്നതാണ്. പലകുറി പരാതി കൊടുത്തു. പിന്നീട് നാട്ടുകാർ ഒക്കെ ഒപ്പിട്ട പരാതി കൈമാറി. അതിനുശേഷവും എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് 2 ജീവൻ നഷ്ടമാകുന്നത്? അപ്പോൾ പോലീസിന്റെ കുറ്റകരമായ അനാസ്ഥയുടെ ഇരകളല്ലേ ആ കൊല്ലപ്പെട്ട 2 ജീവനുകൾ? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ട്. ഒരു കൊലക്കേസിലെ പ്രതി ഉണ്ടെങ്കിൽ അയാള് പരോളിലാകട്ടെ ജാമ്യത്തിലാകട്ടെ എങ്ങനെ ഇറങ്ങിയാലും അയാളെ ഷാഡോ ചെയ്യണം, അയാളെ മോണിറ്റർ ചെയ്യണം, അയാളെ സർവൈലൻസിൽ വെക്കണം. കാരണം നമുക്കറിയാം സാക്ഷികളെ, അയാളുടെ കേസിൽ സാക്ഷികളെ ആക്രമിക്കാം, മരിച്ചാളിൻ്റെ ബന്ധുക്കളെ ആക്കാം. ഇതൊക്കെ കോമൺ സെൻസ് പോലീസിംഗ് ആണ്. അതിന് വലിയ ശാസ്ത്ര ബുദ്ധിയൊന്നും വേണമെന്നില്ല. കാരണം ഇറങ്ങിക്കഴിയുന്ന ആൾ എപ്പോഴും പക വീട്ടാനുള്ള ഒരു കാര്യമാണ്. കാരണം മര്യാദയും ബോധവും നിയമത്തോട് ബഹുമാനവും ഇല്ലാത്തവരാണല്ലോ കൊല്ലും കൊലയ്ക്കും പോകുന്നത്. സംസ്കാരശൂന്യരാണ് ഇവരെല്ലാം. കാരണം മനുഷ്യജീവനാണ് ഭൂമിയിലെ ഏറ്റവും വിലയേറിയ അമൂല്യമായ കാര്യം. അപ്പോൾ അത് എടുക്കാൻ ഒരാൾക്ക് അവകാശമില്ല. ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് പോലും സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു നിയമമുള്ള രാജ്യത്ത് ഒരാൾ പോയി ഒരാളെ എങ്ങനെയാണ് കൊല്ലുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളെ പോലീസ് സർവൈലൻസിൽ കൊണ്ടുപോകേണ്ടതാണ്. ഗവൺമെൻറ് ഓർഡർ 3161 2007 കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ഓർഡർ ഇറങ്ങിയിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോലീസ് ജനങ്ങളുമായിട്ട് ഇടപെട്ട് കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് വഴി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആക്ടിവിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേണം. ഇതിന് ലക്ഷങ്ങളല്ല കോടികളാണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനും ചിലവാക്കിയത്. അപ്പോൾ കമ്മ്യൂണിറ്റി പോലീസിങ് എന്തിനു വെച്ചു? കമ്മ്യൂണിറ്റി പോലീസിങ് നിൽക്കുന്നത് ജനവും പോലീസും ചേർന്ന് നിന്ന് ജനങ്ങളുടെ സുരക്ഷതയും ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലൊരു പ്രിൻസിപ്പിളുമാണ്. ഞാൻ 2007 ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ കാര്യം 2008 ലോഞ്ച് ചെയ്യുന്നത്. ശ്രീ സക്കറിയ ജോർജ്, അത് ഇതിനേക്കാൾ നിസ്സാരമായ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ പോലീസ് ഇടപെടൽ വേണ്ടുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അത്തരം ഇടപെടലുകൾ ഉണ്ടാകണം എന്ന സതുദ്ദേശത്തോടു കൂടിയുള്ളതായിരുന്നല്ലോ. നോക്കൂ, ഇവിടെ ജീവന് പേടിയുണ്ട്, ഞങ്ങളുടെ ജീവന് പേടിയുണ്ട്, കൊല്ലുമോ എന്ന് ഭയമുണ്ട്. ഒരാളെ കൊന്ന വ്യക്തി കൂടിയാണ്, അങ്ങനെ ഒരു പ്രസിഡൻസും ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നൽകിയ പരാതിയാണ്. 1 മാസം പിന്നിട്ടിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത് പോലും. അപ്പോൾ എത്ര വലിയ അനാസ്ഥ! ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത, മനുഷ്യന്റെ ജീവൻ ഒരു പുല്ല് വില കൊടുക്കാത്ത തരത്തിലുള്ള ഒരു സമീപനം. അത് നമ്മൾ കമ്മ്യൂണിറ്റി പോലീസിംഗുമായിട്ട് ബന്ധപ്പെടുത്തി അതിനേക്കാൾ എത്രയോ വലിയ അനാസ്ഥയാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല പോലീസിന് എങ്കിൽ അത് അവർ മനസ്സിലാക്കി പരാതി കൊടുത്ത് പലതവണ പരാതി കൊടുത്തിട്ട് പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനം എന്ന് ചോദിച്ചു പോത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം പോലീസിന്റെ ബേസ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ ആണ്. ആദ്യമേ ലൈഫാണ്, പിന്നെ ഉള്ള പ്രോപ്പർട്ടി ഉള്ളൂ. അപ്പോൾ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പം കോമൺ സെൻസ് ഉള്ളവർക്കെല്ലാം മനസ്സിലാകാം അവിടെ ഇഷ്യൂസ് ഉണ്ടാകാം. അയാൾ ഇറങ്ങുമ്പോൾ കോടതിയും കുറച്ചൊക്കെ കോഷ്യസ് ആകേണ്ടതായിരുന്നു. കാര്യം ഒരു കുറ്റവാളി, ഒരു കൊലപാതകി കുറച്ച് നാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നം? നമ്മുടെ നികുതി കാശിലാണല്ലോ അയാളെ തീറ്റി പോറ്റുന്നത്. അവിടെ കിടക്കട്ടെ, എന്തിനാണ് ഇറക്കി വിടുന്നത്? ഇപ്പം കാർണവറുടെ ചെറിയനാട് കേസിലെ അവരെ ഇറക്കി വിടാൻ പോകുന്നു. അവർക്ക് 444 ദിവസമാണ് പരോള് കൊടുത്തത്. ഇവർക്കെല്ലാം അങ്ങ് ഫ്രീ ആയിട്ട് എല്ലാം കൊടുത്തു. കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിൻ്റെ കൂട്ടു നിന്നുകൊണ്ട് അവർക്ക് ഇവരോടെല്ലാം മമതയാണ്. അപ്പോൾ അവരിവരെ നമ്മുടെ മുമ്പിൽ ഒരാൾ വരുന്നു, ഇവർ വിചാരിക്കുന്നത് ഒരു ഓട്ടാണ്. ക്രിമിനൽ ഓട്ടൊക്കെ വാങ്ങിച്ച് ജയിക്കാതെ രാജ്യത്തെ നിയമം അനുസരിച്ച് ആത്മാഭിമാനത്തോടു കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ വരണമല്ലോ. ഈ വോട്ടിനും ഒരു ക്വാളിറ്റി പ്യൂരിറ്റി ഒക്കെ വേണം. പോക്കറ്റ് അടിക്കാരൻ്റെയും മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെയും ഇല്ലിസിറ്റ് ലിക്കർ വിൽക്കുന്നതിൻ്റെയും കൊലപാതകയുടെയും ഒക്കെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് നിയമസഭയിൽ പോയി കഴിഞ്ഞ് ഇവർ ആർക്കു വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത്?
അവരുണ്ടാക്കാൻ പോകുന്ന നിയമം അവർക്ക് വോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ വന്നവനും തോരണം ഒട്ടിക്കാൻ വന്നവനും കൊടി കയറിയവനും കൊടി കെട്ടുന്നവനും എതിർ പാർട്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറുന്നവരൊക്കെയാണ് ഇവരുടെ പ്രിയര്. അപ്പം ആര് വന്നാലും പിന്നെ ഇവർ റെക്കമെൻഡ് ചെയ്ത് വിടും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച പറഞ്ഞാണ്, ഒരു ഇടുക്കിയിൽ നേരിമംഗലം സൈഡിൽ ഒരാൾ 9 വയസ്സുള്ളൊരു കുട്ടിയെ റേപ്പ് ചെയ്തു. അവർ വളർന്നു വലുതായി, അവർക്ക് കുട്ടിയായി, അവരെ അന്യ സ്റ്റേറ്റുകാരൻ ഒരാളെ കെട്ടിയോ, അവരുടെ 9 വയസ്സുള്ള കുട്ടിയെ ഇയാൾ തന്നെ റേപ്പ് ചെയ്തു. ഇതിലെ സെയിം ആള് അമ്മയെ കൊന്നു, അച്ഛനെയും അമ്മൂമ്മയും കൊന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ ആ സ്ത്രീയെ റേപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ മകളെ 9 വയസ്സുള്ളതിനെ റേപ്പ് ചെയ്തു. അവർ മരിച്ചു, അപ്പൻ മരിച്ചു. അപ്പൻ ഒറീസക്കാരനായിരുന്നു. അപ്പോൾ അവസാനം അവർ ഈ പറയുന്ന സോക്കോൾഡ് രാഷ്ട്രീയക്കാർ, ഇന്ന് ഭരണത്തിലിരിക്കുന്ന ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരുടെ സഹായത്തോടു കൂടിയാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. അവരേറെയായൊരു പറഞ്ഞാണ് അവർ പലായനം ചെയ്ത് അവിടുന്ന്. കാര്യം ഇയാൾ അവിടെ വന്ന് നിൽക്കുക. പിന്നെ ദൈവം വലിയവനാണ്, ദൈവത്തിൻ്റെ ആക്ട് ഓഫ് ഗോഡ്. അത് കാരണം അയാൾ മരിച്ചുപോയി. അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, സാർ എൻ്റെ ഇനി കംപ്ലീറ്റ് ചെയ്യണം. ഇളയ പെൺകുട്ടിയുണ്ട്, ഇനി ജീവിച്ചിരിക്കുന്ന സർവേ ചെയ്യുന്ന ഒരു മോനും ഒരു മോളുമാണ്. ഈ സ്വന്തം പെങ്ങളെ മുമ്പിൽ വെച്ച് കൊന്നപ്പോൾ ആ സഹോദരൻ മെൻ്റലി റിട്ടാർഡായി. അതിൻ്റെ ഇളയ കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇനി ഇയാൾ ഉപദ്രവിക്കുവാണെങ്കിൽ ഞങ്ങൾ കുടുംബം ഒന്നടങ്കം സൂയിസൈഡ് കൊള്ളുന്നു. ഇവർ പോയി പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞു, പാർട്ടിക്കാരും കേട്ടില്ല. ഇവർക്ക് ഇതാണ് നമ്മുടെ സമൂഹം. എല്ലാവരും ഈ ഗാന്ധിജിയുടെ ശുഭ്ര വസ്ത്രമൊക്കെ ഇട്ട് നടന്നിട്ട് ഇവർ ഈ രാജ്യത്തിനും മനുഷ്യവംശത്തിനും ഗുണമല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തു വെക്കുന്നത്. ഇവർക്കെല്ലാം ക്രിമിനൽസിനോടാണ് കൂടുതൽ സ്നേഹം. ലോ അബൈഡിങ് സിറ്റിസനോട് വേണം. ഈ രാജ്യത്തെ ഉത്തമ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരോട് വേണം പൊതുപ്രവർത്തകർക്ക് ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാകാൻ. അതുപോലെ തന്നെ പോലീസിനും ഉണ്ടാകണം, ജുഡീഷ്യറിക്കും വേണം.